ഹലോ, ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മുടെ റെസിൻ ഞാൻ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്നാണ് കേട്ടോ. ഇതൊരു ചെറിയ പ്രോഡക്റ്റിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റാണ് ഞാൻ ഈ കാണിക്കുന്നത്. നമ്മുടെ പ്രോഡക്റ്റ് വലുതാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അതിൻ്റെ മെഷർമെൻറ്റ്സും ചേഞ്ച് ആവും. അപ്പോൾ ഞാനിപ്പോൾ അതിന് വേണ്ട ഒരു സ്റ്റാർട്ടിങ്ങിൽ വേണ്ട കുറച്ച് സാധനങ്ങളാണ് എടുത്തേക്കുന്നത്. പേപ്പർ കപ്പ്, മിക്സ് ചെയ്യാനുള്ള ഒരു സ്പാച്ചില പോലൊരു സംഭവം, പിന്നെ കുറച്ച് സ്പൂൺസ്, പിന്നെ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന നമ്മുടെ റെസിനും ഹാർഡ്നറും. ഇത് 2:1 എന്നുള്ള റേഷ്യോയിൽ യൂസ് ചെയ്യുന്ന റെസിനും ഹാർഡ്നറുമാണ് കേട്ടോ. അപ്പോൾ ഞാനത് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ മെഷർ ചെയ്യാനായിട്ട് ഞാനിവിടെ എടുക്കുന്നത്, നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ ഇതെടുക്കുക കേട്ടോ. നമ്മുടെ സിറപ്പൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന മെഷറിംഗ് കപ്പ് ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ ആദ്യം നമുക്ക് എടുക്കാനുള്ളത് റെസിനാണ്. രണ്ടാമതാണ് ഞാൻ ഹാർഡ്നർ എടുക്കുന്നത്. ഞാൻ ഈ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കായിട്ട് തോന്നുന്നത് മനസ്സിലാവുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ എല്ലാം അറിയാമെന്നുള്ളവരല്ലല്ലോ, അതുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ അതേ നമ്മൾ റെസിൻ 2 പ്രാവശ്യം ഒരു 10 ml വെച്ചിട്ട് മെഷർ ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു റെഡ് ലൈനാണ് 10 ml എന്ന് പറയുന്നത്. അപ്പോൾ 2:1 ആയതുകൊണ്ട് റെസിൻ 2 ആണ്. അപ്പോൾ 2 പ്രാവശ്യം നമ്മൾ അത് മെഷർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 20 ml റെസിനാണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത്. അതിൻ്റെ ഹാഫ് എമൗണ്ട്, അതായത് ഹാഫ് ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ 20 ml റെസിൻ എടുക്കുമ്പോൾ അതിൻ്റെ ഹാഫ് ആകുമ്പോൾ 10 ml ഹാർഡ്നർ. അപ്പോൾ ഞാൻ 20 ml റെസിൻ എടുത്തിട്ടുണ്ട്. ഇനി അതേ കപ്പിൽ തന്നെ നമ്മൾ ഹാർഡ്നറും എടുക്കുന്നുണ്ട്. ഹാർഡ്നർ ആകുമ്പോൾ അതിൻ്റെ ഹാഫാണ്, അതാകുമ്പോൾ 10 ml. ചില റെസിനും ഹാർഡ്നറും 3:1 ആണ്. അതാകുമ്പോൾ 30 ml റെസിനും എടുക്കണം, 10 ml ഹാർഡ്നറും എടുക്കണം. മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ അത് നമ്മൾ ഹാർഡ്നർ 10 ml എടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മുടെ റെസിനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എടുത്ത 10 ml ആദ്യം എടുത്ത 20 ml റെസിന് ഇത് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇനിയുള്ള മിക്സിംഗ് ആണ് കേട്ടോ. അതാണ് ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത്. ടൈം എടുത്ത് പതിയെ സ്ലോ ആയിട്ട് മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ധൃതി കാണിച്ച് സ്പീഡിന് മിക്സ് ചെയ്യുമ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് പറയുന്നത് കുറേ ബബിൾസ് വരും. അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഹീറ്റ് ഗൺ ഉണ്ടെങ്കിൽ നോ ഇഷ്യൂസ്, നിങ്ങൾ സ്പീഡിന് മിക്സ് ചെയ്തോളൂ, ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ ഹീറ്റ് ഗണ്ണൊന്നും ഇല്ലാത്ത ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും മിക്സ് ചെയ്ത് കുറേ ബബിൾസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറേ നേരം മാറ്റി വെച്ചാൽ മതി. കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ചാൽ ബബിൾസ് കുറേയൊക്കെ പോയി കിട്ടും. പക്ഷേ എങ്കിലും ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ബബിൾസ് അതിൽ തന്നെ നിൽക്കും, പോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ മാക്സിമം സ്ലോ ആയിട്ട് ചെയ്യുക. കണ്ടില്ല, ഞാൻ ഇത്രയും പതിയെ ചെയ്തിട്ടും അതിൽ കുറച്ച് ബബിൾസ് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ കുറച്ച് നേരത്തേക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കുമ്പോൾ, ഒരു 5 മിനിറ്റത്തേക്ക് മാറ്റി വയ്ക്കുമ്പോൾ അതൊക്കെ മാറിക്കിട്ടും, പ്രശ്നമില്ല. അടുത്തതായിട്ട് അഥവാ ബബിൾസ് വന്ന് മാറ്റി വെച്ചിട്ടും പോയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ലൈറ്റർ ഉണ്ടാവുമല്ലോ, ലൈറ്റർ വെച്ചിട്ട് ഒന്ന് ഹീറ്റ് കൊടുക്കുമ്പോഴത്തേക്കും അത് മാറിക്കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.